നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു ഗ്ലാസ് സെറ്റും ബൗളും ഒക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതിനെ ഒതുക്കി പറക്കുന്ന സമയത്ത് വേറൊരു ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ്, അത് ഗംഭീരമായിട്ട് തറയിൽ വീണ് പൊട്ടി 4 പാടും അതിൻ്റെ കുപ്പിച്ചില്ല് വീണിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. ഇപ്പോൾ അതേ വീണ്ടും കിച്ചണിൽ കയറിയപ്പോൾ വീണ്ടും കുപ്പിച്ചില്ല് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെ കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് ഇന്ന് ബീഫ് സ്റ്റൂ വയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഞാൻ വേദയെ വിടുന്ന തിരക്കും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ ഇത് ഇന്നലെ വൈകിട്ട് സംഭവിച്ചതാണ്. വൈകിട്ട് അപ്പവും ബീഫല്ല പോത്ത് സ്റ്റൂവും ഉണ്ടാക്കാമെന്നും പറഞ്ഞ് എടുത്തപ്പോൾ ഏട്ടൻ പറയണു വേദയ്ക്ക് അൽഫാമിന് കിടന്നൊരു കറക്കം. അങ്ങനെ ഏട്ടൻ പറഞ്ഞ് അവൾ അൽഫാമിന് ബഹളം വയ്ക്കില്ലേ, നമുക്ക് ഒരു അൽഫാം വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഏട്ടൻ അൽഫാം വാങ്ങാൻ പോയി. അപ്പോൾ ഈ ഫ്രീസറിലിരുന്ന ബീഫിനെ ഞാനെടുത്ത് തണുപ്പെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തപ്പോഴാണ് പറഞ്ഞത് വീണ്ടും ഫ്രീസറിൽ കയറ്റിയാൽ അത് വല്ലാതെ ആയിപ്പോകും കേട്ടോ. അപ്പം ഞാൻ കരുതി അത് വേവിച്ച് വയ്ക്കാം, നാളെ സ്റ്റൂ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ബീഫിനെ കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ച് അതിൻ്റെ കൂടെ ചേർത്തു. എന്നിട്ട് കൈ നന്നായിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകാണ്. പച്ചമുളക് എൻ്റെ കൈ കൊണ്ടെടുത്ത അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ കൈ നീറി നടക്കും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ തന്നെ കൈ സോപ്പിട്ട് കഴുകിയില്ല എങ്കിൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ സോപ്പിട്ട് കഴുകിയ ശേഷമാണ് ബാക്കി സാധനങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ ലേശം ഉപ്പും. ഞാൻ ഇതിന് മുന്നേ ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇല്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നു മാത്രം. പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ശരി, ബീഫ് അല്ലെങ്കിൽ പോത്ത് നന്നായിട്ട് ചെറിയ പീസ്, എല്ലില്ലാത്ത പീസ് കഴുകി വൃത്തിയാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് ചതച്ച ശേഷം കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും പിന്നെ ലേശം ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ട് ബീഫ് ആദ്യം വേവിക്കുക. അന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ക്യാരറ്റും പൊട്ടറ്റയും ബീഫും എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കുക്കറിൽ വേവിച്ചെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ വേവിക്കാമെന്ന് കരുതി. കാരണം ഈ പോത്തിറച്ചി നല്ല വേവുണ്ട് കേട്ടോ. ഒരു 10-12 വിസിൽ 15 വിസിലെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേവിച്ചപ്പോൾ. ലോ ഫ്ലെയിമിൽ ഇട്ടല്ല ഞാനിപ്പോൾ വേവിക്കുന്നത്, കാരണം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഗരം മസാല ഇടാൻ മറന്നുപോയി. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഗരം മസാല ഇട്ടതാട്ടോ. അതുകൊണ്ട് ഒരു 10-15 വിസിലെങ്കിലും കേട്ടാലേ ഇത് വേവത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റയും ക്യാരറ്റും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണെങ്കിൽ അങ്ങ് വല്ലാതെ ആയിപ്പോൾ ടേസ്റ്റ് വേറെ ആയിപ്പോകും കേട്ടോ. പിന്നെ പൊട്ടാറ്റയും ക്യാരറ്റും കൂടെ വെന്തതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും പോത്ത് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഒരു 10-15 വിസിൽ 10-12 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇനി വെജിറ്റബിൾസ് കൂടെ ഇട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് അങ്ങനെ മൂടി വെച്ചിട്ട് രാവിലെ എടുത്ത് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞാണ് എൻ്റെ പ്ലാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബീഫിൻ്റെ തണുപ്പ് മാറ്റിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് കയറിയത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നമ്മുടെ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്, കോളിഫ്ലവറും ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും ഒക്കെ ഉള്ള ഒരു മിക്സ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചിടാണ്. അത് ഒരുപാടങ്ങ് ഇട്ടാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ക്യാരറ്റും ഇടുന്നവർ കുറവാണ്, പൊട്ടറ്റൊക്കെ മാത്രമേ ഇടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വേദ കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഉള്ളിൽ ചെല്ലുമല്ലോ എന്ന് കരുതിയിട്ടാണ് കഴിക്കുന്നത്. കുറച്ചിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. എന്നിട്ട് സവോളയും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടു. കാരണം മറ്റേ സ്റ്റൂവിൻ്റെ മിക്സിൽ ക്യാരറ്റും ഗ്രീൻ പീസും കോളിഫ്ലവറും പീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊട്ടറ്റയും ഉരുളക്കിഴങ്ങും സവോള ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സവോളയും ഉരുളക്കിഴങ്ങും പ്രത്യേകം ഞാൻ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 2 വിസിലൂടെ കേൾപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ തുറന്നില്ല, അങ്ങനെ വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഞാനിത് എടുത്തത് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തപ്പോഴേക്കും ഞാൻ കടുക് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയ ശേഷം വിസിൽ കേൾപ്പിച്ചെടുത്തിട്ട് തേങ്ങാപ്പാലും ഒഴിച്ചാണ് വേവിച്ചതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും വിസിൽ കേൾപ്പിച്ച് ഒരു 2 വിസിലൂടെ വെജിറ്റബിൾസ് ഇട്ട് വിസിൽ കേൾപ്പിച്ച് ഞാൻ അങ്ങനെ വെച്ചിട്ട് പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. വന്നിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം വീഡിയോ എടുക്കാൻ പോകുന്ന ബഹളത്തിനിടയിൽ ചട്ടിയിൽ കൂടെ പുകയും ആവിയും തീയും കരിയൊക്കെ വന്നു. അതിനെല്ലാം ഊതിക്കളഞ്ഞ ശേഷം അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. ലേശം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ആ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു പോത്ത് സ്റ്റൂവിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പോത്തായാലും ബീഫായാലും ഈ ഒരു രീതിയിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ വയ്ക്കും. ഇത് ഞാൻ വയ്ക്കുന്ന രീതി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പെരിഞ്ചീരകം, ഇത് ഇത്രയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ സ്റ്റാർ അത് ഇത്രയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പോത്ത് അതിലേക്ക് നമ്മൾ എന്തൊക്കെ ഇട്ടു? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ഉപ്പ്, ഗരം മസാല, പിന്നെ വെജിറ്റബിൾസ്, പൊട്ടറ്റോ, ക്യാരറ്റ്, കോളിഫ്ലവർ, ഗ്രീൻ പീസും പൊട്ടറ്റോയും സവോളയും കുറച്ച് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ തട്ടിയിട്ട്
ഒന്നാം പാലും കൂടി ഒഴിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം അത് അത്രയും ചെയ്ത് വച്ചിരുന്നത് കൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ ജോലി ഉണ്ടായില്ല കേട്ടോ. ഇന്ന് വേദയ്ക്ക് ഞാൻ സ്കൂളിൽ കൊടുത്തു വിടുന്നത് ചോറും പരിപ്പ് കറിയുമാണ്. അതാകുമ്പോൾ സത്യം പറഞ്ഞാൽ എളുപ്പ ജോലിയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലി വേദയ്ക്ക് സ്കൂളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 10-11 മണിയാകുമ്പോൾ കഴിയും. അപ്പോഴും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ വീഡിയോ എടുക്കാൻ നോക്കിയാൽ കണ്ടന്റ് ഒട്ടും ഉണ്ടാവത്തുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് വീഡിയോ അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ ബീഫ് അതിലേക്ക് തട്ടി എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണമല്ലോ. ഞാൻ ബീഫ് വെന്തോന്നൊന്ന് നോക്കുകയാണ്. എന്നിട്ടും ഒരു 10-15 വിസിൽ കേട്ടിട്ടും അത് അത്രയും വെന്തിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഒന്നുകൂടെ ചൂടാവണമല്ലോ. ഇന്നലെ വേവിച്ച് വെച്ചതിൽ പിന്നെ ഞാൻ ചൂടാക്കിയില്ല. കടുക് ഒഴിച്ച ശേഷം അതൊന്ന് അതിലേക്ക് തട്ടി ലേശം വെള്ളവും കൂടി ഒഴിച്ച് ബീഫിനെയും എല്ലാ വെജിറ്റബിൾസും കൂടി ഒന്നുകൂടെ കിടന്ന ആ എണ്ണയിൽ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകിയ ശേഷമാണ് ഒന്നാം പാൽ ഒഴിച്ചത്. തേങ്ങയുടെ ഒന്നാം പാൽ, വേറെ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നും ഒഴിക്കുന്നില്ല. ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ തിളപ്പിക്കില്ല, ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പോത്ത് നല്ല കുറുകി വന്നാലേ ഒന്നാം പാൽ അതനുസരിച്ച് ഒഴിക്കുമ്പോൾ ആ ഒരു ഗ്രേവി കറക്റ്റ് ആയിരിക്കണം. ആ രീതിയിൽ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഒന്നാം പാലൂടെ ഒഴിക്കുമ്പോൾ എത്രയാണോ ഗ്രേവി വേണ്ടത് അത്. പിന്നെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് കുറുക്കത്തില്ല എങ്കിൽ ആ ഒരു കറക്റ്റ് ഒരു പക്ക ടേസ്റ്റ് മാറും കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ മാത്രം എടുക്കുകയാണ്. അത് ചൂടോടെ അങ്ങ് കഴിച്ച് അത് കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വീണ്ടും ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയായി പോകും കേട്ടോ. വൈകിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി വെച്ചില്ല എങ്കിൽ മിക്കവാറും ചീത്തയായി പോകും. ഇതിപ്പോൾ രാവിലത്തേക്ക് ആവശ്യം മാത്രം. അപ്പമാണ് അതിൻ്റെ കൂടെ കോമ്പിനേഷൻ. ഇന്നലെ അപ്പത്തിൻ്റെ മാവ് വാങ്ങി. ഞാൻ പറഞ്ഞ കടയിൽ നിന്ന് ഏട്ടൻ വാങ്ങിയില്ല. നമ്മുടെ റോബിൻ ചേട്ടൻ്റെ കടയിൽ അപ്പത്തിൻ്റെ മാവ് നല്ലതായിരുന്നു കേട്ടോ. വാങ്ങിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. വേറെ മാവാണ് വാങ്ങിച്ചിട്ട് വന്നത്. മിക്കവാറും അപ്പം ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അപ്പവും സ്റ്റൂ ആണ്. അതുകൊണ്ട് രാവിലെ തന്നെ സ്റ്റൂ കഴിയും. അത്രയ്ക്ക് വേണ്ടിയിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അഥവാ ഇരിക്കുകയാണെങ്കിൽ ഞാനൊന്ന് തിളപ്പിച്ച് വെക്കും കേട്ടോ. കാരണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സ്പൂണൊക്കെ ഇട്ട് നമ്മൾ എടുക്കുന്നത് കൊണ്ട് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ കുക്കർ ഞാൻ കഴുകി എടുക്കുകയാണ്. വേദയ്ക്ക് ഞാൻ പരിപ്പ് കറിയിലേക്ക് കൊടുത്ത് വിടുന്നത്. പരിപ്പ് വേവിക്കാൻ എൻ്റെ കയ്യിൽ ഈ ഒരു കുഞ്ഞു കുക്കർ മാത്രമേ ഉള്ളൂ. കുഞ്ഞു കുക്കറാണ് ഞാൻ കൂടുതലും എല്ലാത്തിനും എടുക്കുന്നത്. പിന്നെ സാമ്പാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ മാത്രമേ വലിയ കുക്കർ എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു കുക്കറേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ തന്നെ കഴുകിയിട്ട് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ച് നമ്മുടെ പരിപ്പിനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പരിപ്പ്, തേങ്ങ, തീയലിന് തേങ്ങ അതൊക്കെ വറുക്കാൻ ഭയങ്കര ഈസി ആട്ടോ. നമ്മളിട്ട് കിണ്ടി നിൽക്കേണ്ട. അതിൽ വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എയർ ഫ്രയറിൽ ഒരു 200 ഡിഗ്രി ഒരു 5 മിനിറ്റ്സ് കൊടുത്തപ്പോഴേക്കും നമ്മുടെ പരിപ്പ് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് പരിപ്പ് കറി വയ്ക്കാനായിട്ടുള്ള പരിപ്പ് ഇപ്പോൾ വാങ്ങാൻ കിട്ടും കേട്ടോ. പണ്ട് ചെറുപയർ വാങ്ങിച്ച് വറുത്ത് പൊടിച്ച് പാറ്റിയൊക്കെ എടുത്തിട്ടാണ് പരിപ്പ് കറി വെക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ പരിപ്പ് കറി ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഈ സെപ്പറേറ്റ് പരിപ്പ് വാങ്ങാൻ കിട്ടുന്ന പരിപ്പിലെ പരിപ്പ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പരിപ്പ് കറിയാണിത്. ഇപ്പോൾ ഇതിങ്ങനെ വാങ്ങിട്ടതുകൊണ്ട് ഈസിയാണ്. എനിക്ക് ചെറുപയറൊന്നും വറുത്ത് പൊടിക്കാം, പക്ഷെ അതിനെ പാറ്റി ആ പച്ച കളറൊക്കെ കളഞ്ഞിട്ടെടുക്കുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് ഈ പരിപ്പാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വാങ്ങുന്നത്. അത് ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞു തുടങ്ങി ഇതിന് പ്രത്യേകം പരിപ്പുണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ഇത് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ കുറച്ച് പേര്, അതായത് അങ്ങോട്ട് മലപ്പുറം അങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് ഈ പരിപ്പ് കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഇന്ന് പരിപ്പ് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുക. അതും ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അവർ വീണ്ടും ചോദിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കാണിക്കാം. ഇത് ഇന്നലെ വാങ്ങിയ മറ്റേ സാഗോ പപ്പടമാണ്. നമ്മുടെ ചൗവരിയുടെ പപ്പടമാണ്. അത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്യുകയാണ്. മറ്റേ നമ്മുടെ സാധാ പപ്പടം അല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് ഒരു 200 ഡിഗ്രിയിൽ ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ, ഒരു മാക്സിമം 5 മിനിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ലതായിട്ട് പപ്പടം പൊരിഞ്ഞ് വരും കേട്ടോ. നമ്മൾ എണ്ണയിലിട്ട് വറുത്ത ടേസ്റ്റിൽ നല്ല പൊള്ളി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതും ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വയ്ക്കുകയാണ്. എനിക്ക് ഒട്ടും ഉറപ്പില്ല. കാരണം അത്യാവശ്യം നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ ഇത്. അതുകൊണ്ട് ഇനി പൊരിഞ്ഞൊക്കെ വരുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാമെന്ന് ഇത്. കുറച്ച് പപ്പടം, അതും മറ്റേ പപ്പടത്തിന് എന്ത് പറയുമെന്ന് അറിയില്ല, കളർഫുൾ പപ്പടം, അതിന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ പപ്പടം കൂടി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഞാൻ ഇതിൽ വയ്ക്കുക കേട്ടോ, എയർ ഫ്രയറിൽ വയ്ക്കുകയാണ്. പക്ഷേ മറ്റേ സാധാ പപ്പടം എയർ ഫ്രയറിൽ ഒരു ഓയിൽ ബ്രഷ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് കൊടുത്താൽ കറക്റ്റ് സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാണ് വയ്ക്കുന്നത്. അത് പിന്നെ നൈസായിട്ടുള്ളതല്ലേ. ഈ സാഗോ നല്ല കനമൊക്കെ ഉണ്ട്. എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത് വെച്ചിട്ട് അടുത്ത് ഞാൻ വീണ്ടും പോത്തിൻ്റെ പിറകെ പോവുകയാണ്. പോത്ത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇന്നലെ പോത്ത് ഇരുന്ന് വെന്തതിൻ്റെ വെള്ളം ഉണ്ട് കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ഇന്നലെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതും പോത്തിൻ്റെ വെള്ളവും ഇന്ന് രാവിലെ ഒഴിച്ച വെള്ളവും എല്ലാം കൂടി കിടന്ന് തിളച്ച് കുറുകി വരികയാണ് കേട്ടോ. അതിന് ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. അതിൽ പൊട്ടറ്റോ അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ പൊട്ടറ്റോ കാണുമ്പോഴേ അച്ഛനും മോൾക്കും ദേഷ്യമാണ്. എന്തിനിട്ടത് എന്നാണ് ചോദിക്കുന്നത്. കറിയുടെ രുചിക്ക് വേണ്ടിയാണ് ഇട്ടത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല.
എന്തിനിട്ടും ചോദിക്കും. അതുകൊണ്ട് ഞാനതിനെ മാഷ് ചെയ്ത് അങ്ങ് ചേർക്കും കേട്ടോ. അപ്പോൾ പിന്നെ അറിയത്തില്ലല്ലോ. അങ്ങനെ ദേ അതിലേക്ക് 1 പാൽ കൂടി ഒഴിക്കുകയാണ്. ഒരു അരമുറി തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൂടി ഒഴിച്ച് ഒന്ന് ചൂടായി, തിളപ്പിക്കില്ല, ചൂടായ ശേഷം ഞാനതിനെ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. വേദ സ്കൂളിൽ വിടുന്നത് കൊണ്ടാണ് ഈ ഒരു ധൃതിയെ. അപ്പുറത്തെ അടുപ്പിൽ പരിപ്പ് വേവാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പരിപ്പ് കറിക്കായിട്ടുള്ള പരിപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. എയർ ഫ്രയറിൽ പപ്പടം ആവുന്നുണ്ട്. അപ്പോൾ പരിപ്പ് കറി ഉള്ളതുകൊണ്ടാണ് പപ്പടം കൂടി കൊടുത്തു വിടാമെന്ന് എഴുതിയത്. പരിപ്പ് വച്ചതിൽ കുറച്ച് വെള്ളം കൂടിയെന്ന് തോന്നുന്നു. അത് വിസിൽ കേൾക്കുമ്പോൾ വെള്ളം എല്ലാം കൂടി പുറത്തേക്ക് വരുന്നു, എല്ലാം കൂടി പൊട്ടിത്തെറിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ എയർ ഫ്രയറിൻ്റെ ടൈം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അത് കിടിലമായിട്ട് ഫ്ലോപ്പായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒന്നും ആയില്ല, ഇങ്ങനെ കരിങ്ങ് പോലെ ഇരിക്കുന്നതല്ലാണ്ട് അത് മുരിങ്ങൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി വേറെ എണ്ണയിലിട്ട് വറുക്കാമെന്ന്. ഇനി നമുക്ക് പരിപ്പ് കറിക്ക് കൂട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ പോത്തിനെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൂടി വെച്ചു. അവിടെ തേങ്ങാപ്പാലിൻ്റെ പോത്ത് സ്റ്റൂവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പ് കറി, തേങ്ങ, കുറച്ച് ജീരകം, കുഞ്ഞല്ലി വെളുത്തുള്ളി അങ്ങനെ ആരും അധികം ചേർക്കാറില്ല, ഞാൻ ഒരു കുഞ്ഞ് പീസ് ചേർക്കും. ഒരു കുഞ്ഞ് പീസ് കൊച്ചുള്ളി, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ പരിപ്പ്, അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് കുറച്ചെടുത്തത്. പിന്നെ നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കാന്താരി അരച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കണോണ്ട് കുഴപ്പമില്ല, കാരണം വെള്ളം ചേർത്ത് തന്നെയാണ് നമ്മൾ ആ പരിപ്പിൻ്റെ കൂടെ കൂട്ടുന്നത്. അപ്പം പരിപ്പ് ഒരു 7-8 വിസിലൊക്കെ കേട്ടപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് പരിപ്പ് ഇട്ടുള്ളതുകൊണ്ട് 7 വിസിൽ കേട്ടാലേ വേവത്തുള്ളൂ. അത്രയും വെള്ളം വെച്ചത് കൂടിപ്പോയി എന്ന് ഞാൻ കരുതി. പക്ഷേ ഇതേ വെള്ളം കറക്റ്റായിരുന്നു, അടിയിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വിസിൽ കേൾപ്പിച്ചിരുന്നെങ്കിൽ അത് കരിഞ്ഞു പോയാൻ കേട്ടോ. എന്നിട്ട് ആ കുക്കർ തുറന്ന ശേഷം നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചേർത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ, ചിലർ ലൂസായിട്ട് എടുക്കും കേട്ടോ പരിപ്പ് കറി, ചിലർക്ക് തിക്കായിട്ട് വേണം. വേദയ്ക്ക് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. ആ ജാറൊന്ന് കഴുകി അതിലേക്ക് ഒഴിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ കഴുകി ഒഴിക്കുമ്പോൾ വെള്ളം ആവാറുണ്ട്, ചിലപ്പോൾ കട്ടിയാവാറുമുണ്ട്. എന്നിപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ എന്തുണ്ടാക്കിയാലും അത് ഫ്ലോപ്പ് ആവാറാണ് ചാൻസ് കേട്ടോ. ചാൻസ് അല്ല പതിവ്, എന്തുണ്ടാക്കിയാലും അത് ഫ്ലോപ്പ് ആവാറുണ്ട്. പിന്നെ ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് മാത്രം. ഓക്കെ, അങ്ങനെ മിക്സിയുടെ ജാറെല്ലാം കഴുകി അതിനെടുത്തിട്ടുണ്ട്. ചിലർ ഈ പരിപ്പ് കറി ഈ കൂട്ടൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കില്ല. നേരത്തെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കത്തുള്ളൂ. തിളപ്പിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്നാണ് പറയുന്നത്. ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ, കാരണം വേദ ഉച്ചയ്ക്കല്ലേ കഴിക്കുന്നത്, രാവിലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ തിളപ്പിച്ചില്ല എങ്കിൽ ചീത്തയായി പോകും. അല്ലെങ്കിൽ ഞാൻ തിളപ്പിച്ചെടുക്കാറുള്ളൂ. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറികളാണ് അധികം തിളപ്പിക്കാണ്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പരിപ്പ് കറി സെറ്റായിട്ടുണ്ട്. ഇതുപോലെയാണ് ഉപ്പ് ചില സമയങ്ങളിൽ ഇടുമ്പോൾ കൂടി പോവാറുണ്ട്. ഇന്നിപ്പോൾ ഉപ്പൊക്കെ എല്ലാം കറക്റ്റായിട്ടുണ്ട്. പിന്നെ ചിലർ ഈ പരിപ്പ് കറി കടുക് പൊട്ടിച്ചൊഴിക്കാറുണ്ട്, ചിലർ കടുക് പൊട്ടിച്ചൊഴിക്കാറില്ല. ചിലർ നെയ്യാണ് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നത്. നെയ്യ് ഒഴിക്കുമ്പോൾ വല്ലാത്തൊരു സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നെയ്യല്ല, ഞാൻ ജസ്റ്റ് കടുക് പൊട്ടിച്ചൊഴിക്കുന്നതേ ഉള്ളൂ. കാരണം വേദയ്ക്ക് പരിപ്പ് കറി ഉണ്ടെങ്കിൽ ചോറിൽ നെയ്യ് നല്ലതുപോലെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ പരിപ്പിലും കൂടി നെയ്യ് ഒഴിച്ചാൽ വേദയ്ക്ക് അധികം നെയ്യ് ചെല്ലുമ്പോൾ അന്നത്തെ ദിവസം തലവേദനയായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചൊഴിച്ചിട്ട് ചോറിൽ അവൾക്ക് ആവശ്യത്തിന് നെയ്യ് കൊടുക്കാമെന്ന് കരുതി. ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ സദ്യയ്ക്ക് പരിപ്പ് കറി ഇല്ലാണ്ട് ഒരു കളിയില്ല കേട്ടോ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ പരിപ്പ് കറി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ചില സ്ഥലങ്ങളിൽ പരിപ്പ് കറി ഒരു തൊടുകറിയായിട്ട് വയ്ക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ പരിപ്പ് കറി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഒരുപാട് പേര് പരിപ്പ് കറി എന്ന് പറയുമ്പോൾ ഇതെന്താ സാധനം ചോദിക്കും. ചിലർക്ക് ഞാനിപ്പോൾ വച്ച ഈ ഒരു രീതിയിലാണ് നമ്മൾ കൂടുതലും പരിപ്പ് കറി വയ്ക്കുന്നത്. വേറെ രീതിയിൽ വയ്ക്കുമെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് വയ്ക്കുന്നത്. പക്ഷേ ചിലർക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അത് എന്തോ കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ടാണ് ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, കഴിച്ച് ശീലമായതുകൊണ്ട് അതില്ല എങ്കിൽ, സദ്യക്കൊക്കെ പരിപ്പ് കറി ഇല്ല എങ്കിൽ അതൊരു സദ്യ അല്ല. സാമ്പാറില്ലെങ്കിലും പരിപ്പും പപ്പടവും നിർബന്ധമാണ്. അനിയത്തിയുടെ കല്യാണത്തിനൊക്കെ ഒത്തിരി പേര് പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടേ അവർ പരിപ്പ് കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് അടുത്ത് സാമ്പാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇവിടെ പരിപ്പ് കറി കഴിച്ച് കഴിഞ്ഞിട്ടേ സാമ്പാർ വിളമ്പത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അത് കഴിച്ച ശീലമാണ്. പക്ഷേ ഈ ഒരു റെസിപ്പി തന്നെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ തന്നെ വയ്ക്കുമ്പോൾ മേ ബി ഇഷ്ടപ്പെടണമെന്നില്ല, കഴിച്ച ശീലമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഏതായാലും പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഭാഗ്യം വേദയ്ക്ക് ഇതെങ്കിലും ഇഷ്ടമുണ്ടല്ലോ, എളുപ്പമുണ്ട് കൊടുത്തു വിടാനായിട്ട്. ഞാൻ അവളുടെ കണ്ടെയ്നർ ബോക്സിലേക്ക് ആക്കുകയാണ്, കറി കൊണ്ടുപോകുന്ന ബോക്സിലേക്ക് ആക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ബോക്സിൽ ഒഴിച്ചപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു പ്ലാസ്റ്റിക്കിൽ ഒഴിക്കാൻ പാടില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് മൈക്രോവേവ് സേഫ് കണ്ടെയ്നറാണ്. മൈക്രോവേവ് സേഫ് ആണെങ്കിൽ തന്നെ ഞാൻ ഇതിൽ കൊടുത്തു വിടാറില്ല. വേദയുടെ കറി ബോക്സ് ഒരു ഇത് നെട്ടയത്ത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതിൽ കൊടുത്തു വിടുന്നത് കേട്ടോ. അത് മൈക്രോവേവ് സേഫാണ്, കുഴപ്പമില്ല, എങ്കിലും ഞാൻ കൊടുത്തു വിടാറില്ല. പക്ഷേ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ കൊടുത്തു വിട്ടത്. എന്നിട്ട് നമ്മുടെ ഫ്ലോപ്പായ പപ്പടം എടുത്ത് ഞാൻ എണ്ണ തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് നോക്കുകയാണ്. പക്ഷേ അതും ഫ്ലോപ്പായിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി കരിഞ്ഞ് തുടങ്ങിയ സാധനം വീണ്ടും എടുത്ത് എണ്ണയിലിട്ടിട്ട് അത് വർക്ക് ആവുന്നില്ല.
പിന്നെ ഞാൻ അതിനെ മാറ്റിയിട്ട് വേറെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സാഗോ പപ്പടം എടുത്തിട്ടപ്പോഴേക്കും അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഇത് ആ എയർ ഫ്രയറിൽ വെച്ച പപ്പടമാണ് ഞാനെടുത്ത് ഇട്ട് നോക്കിയത്, പക്ഷെ അത് ആയിട്ടുണ്ടായിരുന്നില്ല. അതിനെ പിന്നെ അങ്ങ് മാറ്റിയേ. എന്നാലും ഞാൻ ആ എയർ ഫ്രയറിൽ ഒരു 4-5 സാഗോ പപ്പടും മറ്റേ പപ്പടും ഒക്കെ കുറച്ച് കൂടുതലിട്ട് ചിലപ്പോൾ വക്കായല്ലോ എന്ന് കരുതി. ഇനി സാഗോ പപ്പട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇനി അങ്ങനെ തന്നെയാണോ മുരിങ്ങി വരത്തില്ലേ എന്ന് കരുതി നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഈ കളർഫുൾ പപ്പടം ഇട്ട് നോക്കിയപ്പോഴേക്കും അതും പൊങ്ങി വരുന്നില്ല. അപ്പം മനസ്സിലായത് ഫ്ലോപ്പായെന്നുള്ളത്. എന്നിട്ടാണ് ഞാൻ ഫ്രഷ് സാഗോ പപ്പടം എടുത്തിട്ടപ്പോഴേക്കും നല്ല വലുതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് വേണം വറുത്തെടുക്കേണ്ടിയിരുന്നത്. ഇതിൻ്റെ ഒരു പപ്പടം മാത്രമേ ഞാൻ വറുത്തുള്ളൂ, അത് മാത്രമേ വേദയ്ക്ക് കൊടുത്തുള്ളൂ. ഇനി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. നമ്മുടെ സാധാ പപ്പടത്തിൻ്റെ ടേസ്റ്റും അല്ല, നമ്മുടെ ആ കളർഫുൾ പപ്പടം ഇല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ പേരെന്താ, അതെന്ത് പപ്പടമാണ് എനിക്കറിയില്ല, പക്ഷേ ഈ പപ്പടം എനിക്ക് അരിപ്പപ്പടമാണെന്ന് തോന്നുന്നു അല്ലേ. ഈ ഒരു അരിപ്പപ്പടത്തിൻ്റെ ടേസ്റ്റാണ് അതിനുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടെ സ്ഥിരം വാങ്ങാറുണ്ട്, വേദയ്ക്കും ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ പരിപ്പ് കറിയുടെ കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാ ഉഴുന്ന് പപ്പടം ഇല്ലേ, അല്ലെങ്കിൽ ആ മൈദപ്പപ്പടം അല്ലേ, സാധാ പപ്പടം ഉണ്ടല്ലോ, അതാണ് ടേസ്റ്റ്. ഇത് ടേസ്റ്റ് ഇല്ല. ഇതിപ്പോൾ ഞാൻ ഇന്നലെ പുതിയത് വാങ്ങിച്ചത് കൊണ്ടൊന്ന് ഇങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോൾ ഈ അരിപ്പപ്പടവും സാഗോ പപ്പടവും ഒന്നും എയർ ഫ്രയറിൽ വർക്കാവത്തില്ല, ഫ്ലോപ്പായി പോവും. എണ്ണയിൽ തന്നെ വറുത്തെടുക്കണം. എന്തായാലും പപ്പടം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാഗോ പപ്പടം കഴിക്കുന്നത്. എനിക്കിഷ്ടമായി കേട്ടോ. എന്നിട്ട് വേദ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വേദയ്ക്ക് കൊടുത്തപ്പോൾ വേദ ആദ്യം ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞ് മുഖമെല്ലാം കാണിച്ചു. എന്നിട്ട് പിന്നീട് അവൾ കള്ളി പറയാണ് കൊള്ളായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടു, നീ വീഡിയോക്ക് കൊള്ളില്ലെന്നല്ലേ ഇടി പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. ഈ സാഗോ പപ്പടം ശരിക്കും പറഞ്ഞാൽ നിറയെ എണ്ണയിൽ മുങ്ങിക്കിടക്കാത്തതുകൊണ്ട് നടുക്ക് ഒന്ന് വേവാത്തത് പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ അത് അത്രയും വലുതായിട്ട് വെക്കാനും പറ്റില്ല. ഒരു കുഞ്ഞു പപ്പടം ഇട്ടതേ ഉള്ളൂ, നല്ല വലുതായിട്ട് വന്നേ. പിന്നെ അതിനെ ഞാൻ മുറിച്ചാണ് ബോക്സിലാക്കിയത്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്പച്ചട്ടി ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, അപ്പവും ബീഫ് സ്റ്റൂ, പോത്ത് സ്റ്റൂ ആണ്. പിന്നെ വേദയ്ക്ക് ചോറ്, പരിപ്പ് കറി, പപ്പടവും നെയ്യും കൂടിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ വേദയുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. വേദയ്ക്ക് പോകാൻ സമയം ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇവിടെ വീഡിയോയും സെറ്റായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബീഫ് അത്രയും ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയും സമയം കിട്ടിയത്. ഇല്ലെങ്കിലും ഞാൻ ചെയ്യും. പിന്നെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആവും. അവിടെ അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം, കുറച്ചുകൂടെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും നമ്മൾ എടുക്കുന്നത്. വീഡിയോ എടുത്തില്ലെങ്കിൽ എല്ലാം കൂടി വാരി വലിച്ചിട്ട് ഒരു ഇവിടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു കുക്കിംഗ് ആണ്. ഇത്രയും വൃത്തി എൻ്റെ അടുക്കളയ്ക്ക് ഇത്രയും വൃത്തി ഉണ്ടാവില്ല. പിന്നെ ജോലിയെല്ലാം കഴിയുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കും കേട്ടോ. ഇനി ഫൈനൽ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു. വേദയ്ക്ക് കൊടുത്തുവിടാനുള്ള ചോറ് റെഡി ആയിട്ടില്ല. ചോറിന് ഒരു പ്രാവശ്യം കൂടെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോഴേക്കും ചോറും റെഡിയാവേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ തിരക്ക് പിടിച്ച മോർണിംഗ് നിങ്ങൾ കണ്ടു. എന്നും രാവിലെ ഇത് തന്നെയാണ് ബഹളം. ഈ ബഹളം ആയതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോസ് എടുക്കാൻ മിസ്സാവുന്നത്. രാവിലെ കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ബഹളമില്ല, അതുകൊണ്ടാണ് എൻ്റെ വീഡിയോകൾക്ക് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സത്യമായിട്ടും ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും. ഇനി മീൻ എന്തെങ്കിലും വാങ്ങും. ഏട്ടൻ പരിപ്പ് കറി കൂട്ടത്തില്ല, വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു പരിപ്പ് കറി ഉണ്ട്, മീൻ വറുക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞപ്പോൾ മിണ്ടാതെ നിന്നു. മിക്കവാറും ഇനി മീനും കൂടെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും കൂടെ വയ്ക്കുമ്പോഴേക്കും ഉച്ചത്തെ കാര്യം സെറ്റായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഹീറ്ററൊക്കെ വയ്ക്കാൻ ആ ചേട്ടനൊക്കെ വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ഡോബിയെ വർക്കിന് വിടുന്നില്ല, കാരണം ചവിട്ടിയും ഇറങ്ങിയും ഒക്കെ ആഴപ്പൊടിയും ചെളിയൊക്കെ വീണ്ടും ആവും. അതുകൊണ്ട് ഡോബി വിടുന്നില്ല. അതുകൊണ്ട് അധികം തിരക്കും ജോലികളൊന്നും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം കഴിഞ്ഞു. ടാറ്റാ, ബൈ ബൈ.